കളിയാ ഞാൻ മനയത്തിരിക്കണ്ട. എടാ കളിയാ, എനിക്ക് ആ റൂം സെറ്റ് ആവണില്ല. ഞാൻ വേറെ റൂം നോക്കണുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ റൂം ഉണ്ടെങ്കിൽ പറയാളിയാ. എടാ അതല്ലടേ, നിനക്കത് ബുദ്ധിമുട്ടാവും. എനിക്കെന്ത് ബുദ്ധിമുട്ട് നിനക്കറിയണം. ഞാൻ നൈറ്റ് അവിടെ കാണൂല്ലോ. നിനക്ക് ജോലിക്ക് പോയിട്ട് സുഖമായിട്ട് അവിടെ കിടന്നോളി. എന്നാലും അത് നീ അങ്ങോട്ട് വന്നാ മതി. എടാ എനിക്ക് ഷോപ്പ് കഴിഞ്ഞ് ഞാൻ അങ്ങ് വന്നേക്കാം. നീ വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരും. ഇല്ലടാ ഞാൻ വന്നില്ല. ശരി. ചേട്ടാ, ഒരു സർവീസ് എടുത്തിട്ടുണ്ട്. മറ്റേ ഐക്ക് ശരിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങണേ ചേട്ടാ, ഇന്ന് കുറച്ച് നേരത്തെ പോകണം. ഞാൻ ഇറങ്ങി എത്തി. അല്ലെ എത്ര നേരം കൊണ്ട് വിളിക്കുന്ന അളിയാ, ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് അറിയാല്ലേ അവിടുത്തെ കാര്യങ്ങൾ. പോട്ടാ, നീ വേറെ ഒന്നും വിചാരിക്കണേ, പോയിട്ടൊന്ന് കാണാം. ഓക്കെ. നശിപ്പിച്ച്
ചേട്ടാ ഇരിക്കാൻ കുറച്ച് വെള്ളം തരും. നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. അളിയ ഇവിടെ വന്നപ്പോഴാണ് മീറ്റിംഗിൻ്റെ കാര്യം പറഞ്ഞ അളിയ. ചിലപ്പോൾ 2 ദിവസമാവും ഞാൻ വരെ. നീ എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അത് നമുക്ക് വന്നിട്ട് കാണാം കേട്ടോ. സ്ക്രീൻ കണക്ട് മോഡൽ ഏതാണ്? വിവോ Y35. സമയമായില്ലേ? നീ വെക്ക. ഞാൻ ഒട്ടിച്ചോളാം. ഇല്ലാട്ടാ ഞാൻ ഒട്ടിക്കും. ഞാൻ ഒട്ടിച്ചോളാം, കുഴപ്പമില്ല. ശരി.
വണ്ടി ഓടിക്കണത്. എടുത്ത് മാറ്റണ വണ്ടി. സോറി ചേട്ടാ. ഓരോരുത്തന്മാര് വന്നോളും മനുഷ്യനെ അവനെ കിടത്താൻ വേണ്ടി. പുല്ല് കറണ്ടും ഇല്ല. വേണ്ട, പുള്ളി തുറന്നിടാട്ട്. പുല്ല്. ബാക്കി എല്ലാ വീട്ടിലും കറണ്ടുണ്ട്, ഇവിടെ മാത്രം കെട്ടിയെടുക്കാനില്ല. പുല്ലാനെ വിളിക്കട്ട്. വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് ഹലോ. പറയട്ടാ. സോറി ഏട്ടാ, ഞാൻ ഉറങ്ങി. ശരിയടാ, ഞാൻ ഇരിക്കാനൊക്കെ വലിയ പാടുണ്ടല്ലേ? ഞാനിപ്പോ വിളിക്കാമേ. ആ ശരി. എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറയില്ല. കമ്പനിയിൽ ആവശ്യമായിട്ട് പോയി മീറ്റിംഗ് ഉണ്ടായിരുന്നു അറിയാം. എന്തോ ആയിക്കോട്ടെ, നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെടാ. ഫോണ് കംപ്ലൈന്റ് ആയിക്കോളിയാ. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് വൈകിട്ട് റൂമിൽ കാണാം.
എടാ റൂം ചെയ്യാണ്ടളിയാ, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. വേറെ എന്നാ നമ്മൾ സ്ഥിരം കാണൂലേ, അവിടെ വാ. ഓ ശരി അളിയാ. ഓക്കെ, അപ്പൊ നീ ഷോപ്പിൽ നിന്ന് നേരെ അങ്ങ് വാ. ഓടാ. ഓ ശരിടാ. ശരി അളിയാ. എടാ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോവേ, ഞാൻ ചാനെ വിളിച്ച് പറഞ്ഞേക്കാം. ഡേയ് കടയിൽ നേരത്തെ ഇറങ്ങിയടാ. ഓ അളിയാ ഇറങ്ങിയടാ. എടാ പിന്നെ അളിയാ, പിന്നെ റൂമൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ? അളിയാ അത് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെ റൂമിന് എന്തോ പ്രശ്നമുണ്ട് അളിയാ. അവിടെ പ്രശ്നമോ? എന്തൊരു പ്രശ്നം? ഞാൻ കുറേ മാസം കൊണ്ട് അവിടെയല്ലേ താമസിക്കുന്നത്. നീ 3 മാസം താമസിച്ചിട്ട് എത്ര ദിവസം അവിടെ നൈറ്റ് നിന്നിട്ടുണ്ട്? അയ്യേ, ഞാൻ നൈറ്റ് കാണൂലല്ലേ. എനിക്ക് ഓഫ് കിട്ടുമ്പോൾ ഞാൻ അവളോട് റൂമിൽ പോളിയ. നീ കാര്യം പറ. നമ്മളെ റൂമിലൊരു പെണ്ണുണ്ടല്ലേ. പെണ്ണാ? അവിടെ എനക്ക് വല്ലതും തോന്നിയതായിരിക്കും, പോടാ. ഞാൻ കണ്ടളിയാ അവളെ. നീ കാണും, നിൻ്റെ പ്രായം അതല്ലേ, പെണ്ണല്ലേ, നീ പലതും കാണും. എല്ലളിയാ സീരിയസ് ആയിട്ടാ. ശേ എന്തോന്നടാ വെറുതെ നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് സമയം കളഞ്ഞളെ, അല്ല എനിക്കും കാണാമായിരുന്നല്ലേ. കളി അറിയണേ അല്ലളിയാ. കഴിഞ്ഞ 2 ദിവസം ഞാൻ അവിടെ പെട്ട പാട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ അവിടെ എവിടെയൊക്കെ നിന്ന് നോക്കുന്നു, സമാധാനം തന്നില്ല. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അവിടെ ആരും ഉണ്ട്. അവിടെ തേങ്ങ ഉണ്ട്, ഒരു കോപ്പില്ല. നിനക്ക് പിച്ചും പോയി പറയാം, നിനക്ക് എന്താ? എടാ ഇന്നേണ്ടാ ഞാൻ പിച്ചും പയ്യും പറയുന്നത്. സത്യമായിട്ട് അവിടെ ആരും ഉണ്ടളിയാ, പറഞ്ഞ മനസ്സിലാക്കും. എടാ ഈ കാലത്ത് ഇതൊക്കെ ആരും, നീ എങ്ങനെ വിശ്വസിക്കും ഇതൊക്കെ? അളിയാ ഞാൻ കണ്ടടാ, നീ മനസ്സിലാക്ക്. നീ ഒലക്കണ്ട, നീ പോടാ. നീ ഉറക്കപ്പിച്ചില്ലല്ലോ. നീ പിന്നെ പോയി നോക്കടേ. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. വാടാ, നീ പറഞ്ഞ ആളെ എനിക്കും കാണണം. 2 ദിവസമായി വല്ലതും കഴിച്ചു, ഒരു സമാധാനമില്ല. നമുക്കെല്ലാം കഴിച്ചിട്ട് പോടാ. നമുക്ക് പോയിട്ട് അവളെ കണ്ടിട്ട് അവൾക്ക് എന്തെങ്കിലും വേണമെന്നെങ്കിൽ അത് വാങ്ങിക്കാമല്ലോ. വാടാ. ഇപ്പം എന്ത് പറഞ്ഞില്ലേ? നീ വാ. അതൊക്കെ പോട്ട്. പെണ്ണെങ്ങനെയുണ്ട്? എടാ മിണ്ടാറാ വാളിയാ. കാര്യം പറയല്ലേ, പെണ്ണെങ്ങനെയുണ്ട്? ഏയ് എവിടെ? ഇതിൻ്റെ ബാക്കില്ല അളിയാ. എവിടെടാ? കട്ടിലിൻ്റെ അടിയില്ല? മറ്റൊരു അടിയില്ല? എവിടെ? നീ ആരെ കണ്ടെന്നോ? എവിടെ? ഡേയ് എവിടെയാടാ? നീ പറഞ്ഞ ആളോടെ ഏതോ പെണ്ണിനെ കണ്ടെന്നോ ആരെ കണ്ടെന്നോ നീ പറഞ്ഞു. എവിടെ? കൊള്ളാം. വെള്ളം ഇല്ല? ഇല്ല, വെള്ളം എടുത്ത് വെച്ചുകൂടാ അത്. ഞാൻ വെള്ളം എടുത്തിട്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് നീ മറ്റേ പെണ്ണ് വിളി, നമുക്ക് ഫുഡ് മേടിക്കാൻ പോകാം കേട്ടോ. കണ്ടല്ലേ, ചോദിച്ചല്ലേ. വാ ഇനി പോവാ. അതൊക്കെ പണിയല്ല. ഡേയ് അതാരടാ? എനിക്ക് അറിഞ്ഞൂടാ. പിടിച്ചോ. അറിയാൻ ഭയങ്കര ഇതായിരുന്നു. അറിഞ്ഞല്ലേ? നീ വലി. കേറടാ. ഡേയ് നമുക്കത് അറിഞ്ഞിട്ട് പോയാ പോരെ ആരെന്ന്. എന്തിനി?
നിനക്ക് വയ്യടാ, പോവാടാ. പോടാ, ഇറങ്ങിട്ട് പോവാം. പിന്നെ ഇവിടെ താമസിക്കുന്ന പൈസയും കൂടി താമസിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഇല്ല, ഓണറിനൊന്ന് വിളിച്ചു നോക്കട്ടെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ഇങ്ങനെ ഈ രാത്രി ആരെ വിളിച്ചോണ്ടിരിക്കണോ? ഡേ, താഴെ ഒരു അമ്മൂമ്മയുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും എനിക്ക് ഫുഡൊക്കെ കൊണ്ട് തരണത്. അവരത് ചോദിച്ച കാര്യം അറിയാൻ പറ്റും. ബാ, നീ ഹെൽമെറ്റ് വണ്ടി വെച്ചിട്ട്. എടാ, ഇതാണ് ഞാൻ പറഞ്ഞ അമ്മൂമ്മേരെ വീട്. നമുക്ക് അമ്മൂമ്മേരെ ചോദിച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ പറ്റും. എന്ത് മക്കളെ ഈ സമയത്ത്? ഇതാണോ നീ പറഞ്ഞ പയ്യൻ? ഓ അമ്മ. അമ്മൂമ്മ, പിന്നെ ആ റൂമിൽ വേറെ ആരാ താമസിച്ചോണ്ടിരുന്ന മുമ്പ്? അത് നിന്റെ അമ്മ കടയിൽ പോയിരിക്കണ മക്കളെ, ഇപ്പൊ വരും. ആ, നീ നേരത്തെ എന്തോ ചോദിച്ചല്ല? അതാ, അത് നിന്റെ ഓണറ് മോളും മരുമോനും കൊച്ചുമാണ് അവിടെ താമസിച്ചിരുന്നത്. എന്താടാ, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല അമ്മ, വേറെ കുഴപ്പമൊന്നുമില്ല. അവരെന്താ മാറിയേ? കൊച്ചു മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അവർ ഗൾഫിലോ എങ്ങോട്ടോ പോയി, ആർക്കറിയാം? അമ്മ, ആ കൊച്ചെങ്ങനെ മരിച്ചെന്നല്ല അറിയാമോ? അതൊരു ദിവസം തള്ളയും തന്തയും ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കൊച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആ കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കാതെ ആ തള്ളയും തന്തയും ഊര് തണ്ടാൻ വേണ്ടി പോയി. അപ്പൂപ്പനാർ വന്നപ്പോഴത്തേക്കാണ് നോക്കിയപ്പോൾ കൊച്ച് മരിച്ചു കിടക്കുന്നത്. എന്ത് മക്കളെ, വല്ല പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഒന്ന് ചോദിക്കേ. ഇല്ല അമ്മ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ശരി, എന്നാ പോട്ടെ. പോവാടാ. അമ്മ, മരിച്ച കൊച്ചിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ അമ്മ? ഫോട്ടോ മോളെ കയ്യിൽ കാണുമെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഫോണിൽ അയക്കാൻ പറയാം മോളോടെ. ശരി അമ്മ. പോയിട്ട് വരാം. ഏയ്, നമുക്ക് ഹൗസ് ഓണറെ വിളിച്ച് വീട് മാറാനുള്ള സെറ്റപ്പ് നോക്കാം കേട്ടോ. ശരിയാവൂല. ഇങ്ങനെ എത്ര നേരം കൊണ്ട് വിളിക്കണില്ലേ? ഒരാവശ്യത്തിന് വിളിച്ചാൽ ഫോണും എടുക്കൂല. മാസം അങ്ങനെ പൈസ വാക്കിയാൽ വിളിക്കാറിയാം. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഇത്രയും മാസമായിട്ട് ഞാൻ താമസിക്കുന്നു. അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അറ്റ്ലീസ്റ്റ് വീട് ചോദിക്കാൻ വന്നപ്പോഴേ അങ്ങനെ പറഞ്ഞൂടി. ഇപ്പം നീ വന്നോണ്ട് ഞാൻ ഇതൊക്കെ അറിഞ്ഞു. ചാവാതെ രക്ഷപ്പെട്ടോ ചെയ്ത് എന്തോ ഭാഗ്യം. നീ എന്താ ഒന്നും മിണ്ടായിരിക്കണേ? നീ പറഞ്ഞൊന്നും കേട്ടില്ലേ? എടാ, ഹൗസ് ഓണറെ വിളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്തിനിപ്പോൾ അയാളെ വിളിക്കുന്നത്? വീട് മാറാൻ. അളിയാ, ഒരു കാര്യം പറയട്ടെ. വീട് മാറണ്ടേ? വീട് മാറാതെ നീ ആ പ്രായത്തിൻ്റെ കൂടെ കിടക്കാൻ പോണ? എൻ്റെ മാമൻ്റെ മോളാ അത്. അങ്ങനെയല്ലളിയാ, ഞാൻ പാർക്കിലോട്ടൊന്ന് നോക്കിയാണ്. എന്തുമാത്രം കുട്ടികളെന്ന് കളിക്കണമെന്ന് കണ്ടോ? നിന്റെ കൂട്ടത്തിൽ കളിക്കാനുള്ളതല്ല ആ കൊച്ചും കൂടെ. എടാ, അത് ഓക്കെ. ആ കൊച്ചു മരിച്ചു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ, ഞാൻ ഇത്രയും ദിവസം അവിടെ താമസിച്ചപ്പോഴും അവൾക്ക് എന്നെ എന്ത് വേണോ ചെയ്യാമായിരുന്നു. 2 ദിവസമല്ലേ ആയുള്ളൂ. ആ 2 ദിവസത്തിൽ അവൾക്ക് എന്ത് വേണോ ചെയ്യാം. പക്ഷേ അവളെന്നെ ഇതുവരെ ഒന്നും ചെയ്തില്ല. എടാ, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പോസിബിളാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കും. നമ്മളൊരു മനസാക്ഷിയുടെ പേരിൽ അതാ ഹൗസ് ഓണർ വിളിക്കും. അതെയാ, നമുക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യൂ.
പ്ലീസ് അളിയ എനിക്ക് വേണ്ടി. എന്തായാലും നീ ഡേ പുറത്തു പോകും, നൈറ്റ് മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളൂ അളിയ, പ്ലീസ്. ഹലോ ചേട്ടാ, അത് അവിടെ കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ചേട്ടാ. പിന്നെ ആ വെള്ളത്തിനും ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. പൈപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ ലീക്കാവുന്നുണ്ട്. മറ്റേ അവിടെ പൈപ്പിൻ്റെ ബാക്ക് സൈഡില്ലേ, അത് ലീക്കാവുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. നാളെ ശരിയാക്കിയേ, കുഴപ്പമില്ല. താങ്ക്സ് അളിയ. ഈ എന്തെങ്കിലും പറ്റിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല അളിയ, എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ അവിടെ നൈറ്റ് കാണൂല, നീ മാത്രമേ കാണുള്ളൂ. അറിയാം, വേണ്ടളിയ, റിസ്ക്കാണ്. ഞാൻ എടുത്തോളാം. ഞാൻ നോക്കാമല്ല, ഇനിയിപ്പോൾ എന്തിനു ചെയ്യുമ്പോ പുല്ല് വിശന്നിട്ട് പോയോ, എന്തെങ്കിലും കഴിക്കാൻ. കറണ്ടില്ലേ? ഇവിടെ ബാക്കി എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ അവളോടെങ്കിലും ഉണ്ടെന്നാണ്. പോടാ, ഇവിടെ നിന്നപ്പം എവിടെ പോണേ? ചുമ്മാ ഇരുന്ന് കളിക്കാതെ. എടാ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. നീ ചുമ്മാ നിൻ്റെ ഒരു ബൊമ്മയാവുള്ളൂ. എടാ, ഞാൻ വാക്ക് തരാം, അവൾ വേറെ കുഴപ്പമൊന്നും ഇല്ലടാ. എന്നാൽ നീ അങ്ങോട്ട് വല്ലതും പോകും, ഞാൻ ഇവിടെ നിൽക്കണേ ഉള്ളൂ. എടാ, മറ്റേ ചേച്ചി ഫോട്ടോ അയച്ചടാ. ഇതാടാ കൊച്ചി. പാവലി കളിയ കൊച്ചു പ്രായത്തിൽ തന്നെ. ഇതാ കൊച്ചല്ലടിയാ. നിനക്കിപ്പോ സമാധാനായ എന്റെ ബൊമ്മ? ഇതാരിത്? എനിക്കറിഞ്ഞൂടാ. തേങ്ങ